രക്തപര്യന വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ചുള്ള കീ പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സിലുള്ളത്. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. ദ്രാവക രൂപത്തിലുള്ള കല രക്തം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തം കട്ടപിടിക്കാതിരിക്കാൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഹെപ്പാരിൻ. രക്തത്തിലെ ആന്റി കോയാഗുലേഷൻ ഏജന്റ് ഹെപ്പാരിൻ. അട്ടയിലെ ആന്റി കോയാഗുലേഷൻ ഏജന്റ് ഹിരുഡിൻ. രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. രക്തത്തെ അരിച്ചു ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെ. രക്തത്തിന്റെ pH മൂല്യം 7.4. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ സമയം 3 മുതൽ 6 മിനിറ്റ് വരെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം ഉണ്ടാകുന്ന പ്രക്രിയ ഹീമോപോയിസിസ്. രക്തമില്ലാത്ത കോശങ്ങൾ എപ്പിത്തീലിയ കോശങ്ങൾ. മൂത്രത്തിൽ യൂറിയ കൂടുന്ന അവസ്ഥ യുറീമിയ. രക്തത്തിന്റെ ധർമ്മങ്ങൾ ശരീരത്തിലെ പോഷകഘടകങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നു, ഹോർമോൺസിനെ വഹിച്ചു കൊണ്ടുപോകുന്നു, ശരീരത്തിന്റെ താപനില എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്നു, ഓക്സിജൻ കോശങ്ങളിൽ എത്തിക്കുന്നു. രക്തത്തിന്റെ ഘടകങ്ങൾ. രക്തത്തിന് 2 ഘടകങ്ങളാണ് ഉള്ളത്. പ്ലാസ്മ, രക്തകോശങ്ങൾ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയിലെ 90% ജലമാണ്. 7 മുതൽ 8% വരെ പ്രോട്ടീൻസ്. 1 മുതൽ 3% വരെ മറ്റു ഘടകങ്ങളുമാണ്. രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ ആന്റിബോഡികളുടെ നിർമ്മാണത്തിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. രക്തകോശങ്ങൾ 3 തരം. അരുണരക്താണുക്കൾ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ശ്വേതരക്താണുക്കൾ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. അരുണരക്താണുക്കൾ. അരുണരക്താണുക്കൾ എറിത്രോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. അരുണരക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. സസ്തനുകളുടെ അരുണരക്താണുക്കളിൽ മർമ്മം കാണപ്പെടുന്നില്ല. അരുണരക്താണുക്കളിൽ മർമ്മം കാണപ്പെടുന്ന ഏക സസ്തനിയാണ് ഒട്ടകം. അരുണരക്താണുക്കൾക്ക് ചുവപ്പു നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശം. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസം. അരുണരക്താണുക്കളുടെ എണ്ണം 1 മില്ലിമീറ്റർ ക്യൂബിൽ 45 മുതൽ 60 ലക്ഷം വരെ. അരുണരക്താണുക്കളുടെ ധർമ്മം ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനം. അരുണരക്താണുക്കളുടെ ശവപ്പുറം എന്നറിയപ്പെടുന്നത് പ്ലീഹ. അരുണരക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് അരുണരക്താണുക്കളിൽ. അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ B9, വിറ്റാമിൻ B12. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് പ്ലീഹ. ESRന്റെ ഫുൾ ഫോം എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. ശരീരത്തിൽ അരുണരക്താണുക്കൾ കൂടുതലാകുന്ന രോഗാവസ്ഥ പോളിസൈത്തീമിയ. ശരീരത്തിൽ അരുണരക്താണുക്കൾ കുറയുന്ന രോഗാവസ്ഥ അനീമിയ. വയനാട്ടിലെ ആദിവാസികളിൽ ജനിതക രോഗമായി കാണപ്പെടുന്ന അനീമിയ സിക്കിൾ സെൽ അനീമിയ. ശ്വേതരക്താണുക്കൾ അഥവാ ല്യൂക്കോസൈറ്റ്സ്. രക്തത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളുടെ ധർമ്മം രോഗപ്രതിരോധം. മനുഷ്യ ശരീരത്തിൽ ശ്വേതരക്താണുക്കളുടെ എണ്ണം 1 മില്ലിമീറ്റർ ക്യൂബിൽ 5000 മുതൽ 10000 വരെ. മർമ്മം കാണപ്പെടുന്ന രക്തകോശം ശ്വേതരക്താണുക്കൾ. ഹെപ്പാരിൻ നിർമ്മിക്കാൻ കരളിനെ സഹായിക്കുന്ന രക്തകോശം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളുടെ ആയുസ് 12 മുതൽ 20 ദിവസം വരെ. ശ്വേതരക്താണുക്കളുടെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ. ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ലുക്കോപീനിയ. ശ്വേതരക്താണുക്കൾ 5 തരമുണ്ട്. ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബാസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ്. ഏറ്റവും കൂടുതലുള്ള ശ്വേതരക്താണു ന്യൂട്രോഫിൽ. ഏറ്റവും കുറവുള്ള ശ്വേതരക്താണു ബാസോഫിൽ. ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി നടത്തുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. രോഗാണുക്കൾ പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഇസിനോഫിൽ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ന്യൂട്രോഫിൽ, മോണോസൈറ്റ്.
രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് ഫാഗോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ മറ്റൊരു പേര് ത്രോംബോസൈറ്റ്. ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിൽ മർമ്മം കാണപ്പെടുന്നില്ല. പ്ലേറ്റ്ലെറ്റ്സിന്റെ ആയുസ് 5 മുതൽ 6 ദിവസം വരെയാണ്. പ്ലേറ്റ്ലെറ്റ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലെ മെഗാ കാരിയോസൈറ്റ്സിലാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകമാണ് കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. രക്തബാങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. ഇത്രയുമാണ് സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ചുള്ള കീ പോയിന്റ്സ്. ഇത് പഠിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എക്സാം ആപ്പിലൂടെ എഴുതുക. താങ്ക് യു.